നമസ്കാരം. 1971 ഒക്ടോബർ മാസം. 1967 മുതൽ 70 വരെ നീണ്ടുനിന്നിരുന്ന ഇസ്രയേൽ ഈജിപ്റ്റ് യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്തൽ നിലനിന്നിരുന്ന കാലം. വെടിനിർത്തലൊക്കെ അങ്ങനെ നിലനിന്നിരുന്നെങ്കിലും ഈജിപ്തിൻ്റെ വ്യോമതാവളങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഇസ്രയേലി വിമാനങ്ങൾ ഈജിപ്ഷ്യൻ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് പറന്നു കയറി. 1970 അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന നാസറിന്റെ അഭ്യർത്ഥന പ്രകാരം റഷ്യ തങ്ങളുടെ സന്നാഹമെല്ലാം ഈജിപ്തിലേക്ക് സഹായത്തിനായി അയച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രയേലി വിമാനങ്ങൾ ഈജിപ്ഷ്യൻ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു ചെല്ലുന്നത്. ഇതോടെ ഇസ്രയേലിനൊരു പണി കൊടുക്കണമെന്ന് റഷ്യ തീരുമാനിക്കുകയായിരുന്നു. അന്നത്തെ കാലത്ത് റഷ്യ നിർമ്മിച്ചതും എന്നാൽ പുറം ലോകം അതുവരെയും കണ്ടിട്ടില്ലാത്തതുമായ 2 അത്യുഗ്രൻ വിമാനങ്ങളാണ് ഈജിപ്തിലെ കെയ്റോയിൽ നിന്ന് ഇസ്രയേൽ ലക്ഷ്യമാക്കി പറന്നുയർന്നത്. ഇസ്രയേലി റഡാർ സിസ്റ്റത്തെ ഞെട്ടിച്ചുകൊണ്ട് 80,000 അടി ഉയരത്തിൽ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിലാണ് ഇസ്രയേലി ആകാശത്തിനു മുകളിൽ ആ വിമാനങ്ങൾ പറന്നതും അവിടുത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയതും. അത്രയും വേഗത്തിലും അത്രയും ഉയരത്തിലും പറക്കുന്ന ഒരു വിമാനം അക്കാലത്ത് അമേരിക്കയ്ക്ക് മാത്രമേ സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ. അതുപോലുള്ള വിമാനങ്ങൾ ഇപ്പോൾ റഷ്യയുടെ കൈവശവും വന്നു ചേർന്നിരിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് അക്കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അത്. സോവിയറ്റ് വിമാനങ്ങളുടെ ഇസ്രയേലിലേക്കുള്ള കടന്നുകയറ്റം ആ ഒരൊറ്റ ദിവസത്തെ സംഭവം കൊണ്ട് അവസാനിച്ചിരുന്നില്ല. അവർ ആ സംഭവം തൊട്ടടുത്ത മാസം, അതായത് നവംബർ 1971 ആവർത്തിച്ചു. ഇസ്രയേലി റഡാർ സിസ്റ്റം ഈ റഷ്യൻ വിമാനങ്ങളുടെ വരവ് നന്നായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള വിമാനങ്ങളോ മിസൈലുകളോ ഒന്നും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ആ റഷ്യൻ വിമാനങ്ങളുടെ സ്പീഡും ആൾട്ടിറ്റ്യൂഡും തന്നെയായിരുന്നു അതിനുള്ള കാരണവും. ഒക്ടോബറിനും നവംബറിനും ശേഷം ഡിസംബറിലും ഇതേ സംഭവം തന്നെ ആവർത്തിച്ചു. ഇത് ഇസ്രയേലിനെ വളരെയധികം ചൊടിപ്പിച്ചു എന്നതാണ് സത്യം. ഏത് വിധേനയും ഈ വിമാനങ്ങളെ ആക്രമിക്കാൻ തന്നെ അവരും തീരുമാനിച്ചു. അതിനായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഫാൻറ്റം F4 വിമാനങ്ങളും അതിൽ ഘടിപ്പിക്കുന്ന സ്പാരോ മിസൈലുകളും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ ഫാൻറ്റം F4 വിമാനങ്ങൾക്ക് റഷ്യൻ വിമാനങ്ങളുടെ അടുത്തെത്താനോ ടാർഗറ്റ് ലോക്ക് ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല. ശരിക്കും ഈ ഇസ്രയേലി വിമാനങ്ങളെ കളിപ്പിക്കുകയായിരുന്നു റഷ്യൻ വിമാനങ്ങൾ. ഈ കളി ഈജിപ്തും റഷ്യയും വേണ്ടുവോളം ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. 1972 മെയ് 16 മറ്റൊരു സംഭവം ഉണ്ടാവുന്നത്. അന്നും റഷ്യൻ വിമാനങ്ങൾ ഇസ്രയേലി വ്യോമാതിർത്തി ലംഘിച്ചിരുന്നു. തുടർന്ന് F4 ഫാൻറ്റം വിമാനങ്ങൾ റഷ്യൻ വിമാനങ്ങളെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കഠിന ശ്രമം തന്നെ നടത്തുകയുണ്ടായി. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അന്നത്തെ ദിവസം F4 വിമാനങ്ങൾക്ക് റഷ്യൻ വിമാനങ്ങളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് എയർ ടു എയർ ആരോ മിസൈലും തൊടുത്തുവിട്ടു. പക്ഷേ ആദ്യത്തെ മിസൈൽ ഗ്രൗണ്ട് കൺട്രോൾ ഇന്റർസെപ്ഷൻ ഫെയിൽ ആയതുകൊണ്ട് ലക്ഷ്യം തെറ്റിപ്പോവുകയായിരുന്നു. രണ്ടാമത് തൊടുത്തുവിട്ട മിസൈൽ ആവട്ടെ ഓവർ ഹീറ്റായി സൂയസ് കനാലിലും പതിച്ചു. റഷ്യൻ വിമാനങ്ങൾ അതിന്റെ പാട്ടിന് പോവുകയും ചെയ്തു. അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന അൻവർ സാദത്ത് സൂയസ് കനാലിൽ നിന്ന് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുപ്പിച്ച് റഷ്യയ്ക്ക് അയച്ചു കൊടുത്തു എന്നതും ചരിത്രം. ആ ഒരു മിസൈലിന്റെ ടെക്നോളജി മനസ്സിലാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒട്ടുമിക്ക രാജ്യങ്ങളും ഇപ്രകാരം ചെയ്യാറുണ്ട്. ഏതായാലും അന്നത്തെ ആ സംഭവങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വലിയ സംസാര വിഷയം തന്നെയായിരുന്നു. 1960കളുടെ അവസാനം തന്നെ റഷ്യ അത്യുഗ്രൻ ശേഷിയുള്ള ഒരു വിമാനം നിർമ്മിക്കുന്നതായി അമേരിക്കയ്ക്ക് രഹസ്യവിവരം കിട്ടിയിരുന്നു. ഇത് തങ്ങളുടെ U2 റെക്കണസൻസ് വിമാനങ്ങൾക്കുള്ള മറുപടിയാണെന്നും അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. കാരണം 1950കളുടെ അവസാനത്തിലും 60കളുടെ തുടക്കത്തിലുമൊക്കെ ഈ വിമാനം ഉപയോഗിച്ച് അമേരിക്ക നിരന്തരമായി റഷ്യൻ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ചിത്രങ്ങൾ എടുക്കുമായിരുന്നു. ഏതായാലും അമേരിക്ക അന്ന് ചെയ്തതിനുള്ള മറുപടിയാണ് റഷ്യ ഇസ്രയേലിൽ ചെയ്തതെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് മനസ്സിലായി. U2 റെക്കണസൻസ് വിമാനങ്ങൾക്ക് ബദലായി സോവിയറ്റ് യൂണിയൻ പുതിയൊരു വിമാനം വികസിപ്പിച്ചെടുക്കുന്നു എന്നറിഞ്ഞ അമേരിക്ക SR-71 ബ്ലാക്ക് ബേർഡ് എന്ന പേരിൽ ഒരു വിമാനം വികസിപ്പിച്ചെടുത്തു. ഇതും 80,000 അടി ഉയരത്തിലും ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിലുമൊക്കെ സഞ്ചരിക്കാൻ കഴിവുള്ള വിമാനം തന്നെയാണ്. എങ്കിലും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന ആശങ്ക തങ്ങളുടെ കൈവശമുള്ള വിമാനത്തിനേക്കാൾ മികച്ചതായിരിക്കുമോ റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത വിമാനം എന്ന കാര്യത്തിലായിരുന്നു. റഡാറിന്റെ കണ്ണുകളെ വെട്ടിച്ച് അമേരിക്കയിൽ ഉടനീളം ബോംബ് വർഷം നടത്താൻ കഴിവുള്ള ഒരു വിമാനമാണ് റഷ്യയുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അമേരിക്കയുടെ കാര്യം തീരുമാനമായി. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ആ വിമാനത്തിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാനായി അമേരിക്കൻ സൈന്യവും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗവുമൊക്കെ കിണഞ്ഞു പരിശ്രമിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു ക്ലൈമാക്സിൽ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ എങ്ങനെ ഈ വിമാനം ഉപയോഗിച്ച് പാകിസ്ഥാനെ ഞെട്ടിച്ചു എന്നുകൂടി നോക്കാം.
1997 മെയ് 27 ഇസ്ലാമാബാദ് നിവാസികൾ ആകാശത്തിലെ സ്ഫോടനം കേട്ട് ഞെട്ടിയ ദിവസം. സൂപ്പർസോണിക് ബൂമായിരുന്നു ആ ശബ്ദത്തിൻ്റെ ഉറവിടം. അതായത് ഒരു സൂപ്പർസോണിക് വിമാനം ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം. അന്ന് ആ ശബ്ദത്തിന് കാരണമായത് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറിയ ഒരു ഇന്ത്യൻ ചാരവിമാനമായിരുന്നു. ഈ വാർത്ത പാകിസ്ഥാനിലെമ്പാടും കാട്ടുതീ പോലെ തന്നെ പടർന്നു. എന്തുകൊണ്ട് ഇന്ത്യയുടെ ഈ പ്രവൃത്തിക്ക് ഒരു തക്ക മറുപടി കൊടുക്കാൻ പാക് ഗവൺമെന്റിനോ സൈന്യത്തിനോ കഴിഞ്ഞില്ല? പാക് ജനതയുടെ ചോദ്യം ഇതായിരുന്നു. സത്യത്തിൽ അന്ന് ആദ്യമായിട്ടായിരുന്നില്ല ഒരു ഇന്ത്യൻ ചാരവിമാനം പാക് അതിർത്തി ഭേദിച്ചുകൊണ്ട് വ്യോമനിരീക്ഷണം നടത്തുന്നത്. നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ പാക് വ്യോമസേനാംഗങ്ങൾക്ക് കഴിയുമായിരുന്നുള്ളൂ എന്നതാണ് സത്യം. കാരണം 75,000 അടി ഉയരത്തിൽ ശബ്ദത്തിൻ്റെ 2.5 മുതൽ 3 ഇരട്ടി വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ആയുധങ്ങളൊന്നും പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപ് നിരീക്ഷണം നടത്തിയ സമയങ്ങളിലൊന്നും സൂപ്പർസോണിക് സ്പീഡിലായിരുന്നില്ല ആ വിമാനം പറന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നിവാസികളാരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നതുമില്ല. പക്ഷേ അന്നേ ദിവസം പൈലറ്റ് ബോധപൂർവം തന്നെ ഇതിനെ സൂപ്പർസോണിക് മോഡിലേക്ക് മാറ്റുകയായിരുന്നു. ഒരുപക്ഷെ ഇത് പൈലറ്റിന്റെ മാത്രം ഒരു തീരുമാനമായിരുന്നിരിക്കണമെന്നില്ല. ഉന്നത വൃത്തങ്ങളുടെ അനുമതിയോടെ ബോധപൂർവം തന്നെ പാകിസ്ഥാൻ സർക്കാരിനെ അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഒന്ന് അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്തതുമായിരിക്കാം. ഏതായാലും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേ ഇല്ലായിരുന്നു എന്നായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഔദ്യോഗിക വിശദീകരണം. നമുക്ക് 1970കളിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അമേരിക്കയുടെ ഉറക്കം കെടുത്തിയ വിമാനത്തിന് നാറ്റോ ഫോക്സ് ബാറ്റ് എന്നൊരു കോഡ് നെയിമാണ് കൊടുത്തത്. ഫൈറ്ററിൻ്റെ എഫും ബോംബറിൻ്റെ ബിയും ചേർത്താണ് ഫോക്സ് ബാറ്റ്. ഫോക്സും ബാറ്റും രണ്ട് വെറുക്കപ്പെട്ട മൃഗങ്ങൾ. ഈ നിഗൂഢതയുടെ ചുരുളുകൾ അഴിക്കാനുള്ള ദിവസത്തിനായി അമേരിക്ക കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടാവുന്നത്. സെപ്റ്റംബർ 6, 1976 സോവിയറ്റ് യൂണിയനിലെ ചുഗോയിക്ക എയർബേസിൽ നിന്ന് ഏതാനും വിമാനങ്ങൾ പരീക്ഷണ പറക്കലിനായി പറന്നുയർന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ നിഗൂഢ വിമാനങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്നിനെ നിയന്ത്രിച്ചിരുന്ന പൈലറ്റിന്റെ പേര് വിക്ടർ ബെലൻകോ എന്നായിരുന്നു. ഈ വിമാനങ്ങൾ എല്ലാം തന്നെ ആദ്യം ഒന്ന് ഉയർന്ന ശേഷം പെട്ടെന്ന് താഴ്ന്ന് കടൽ ഭാഗത്തേക്കാണ് പറന്നുപോയത്. കുറച്ചു സമയം കടലിന് മുകളിൽ വട്ടമിട്ടതിന് ശേഷം നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ വിമാനങ്ങൾ ചുഗോയിക എയർബേസ് ലക്ഷ്യമാക്കി തിരികെ പറന്നു. എന്നാൽ ഇക്കൂട്ടത്തിൽ വിക്ടർ ബെലൻകോയുടെ വിമാനം ഇല്ലായിരുന്നു. അത് ജപ്പാനെ ലക്ഷ്യമാക്കി കടലിന് മുകളിൽ കൂടി തന്നെ പറന്നുകൊണ്ടിരുന്നു. പൊടുന്നനെ തന്നെ ഈ വിമാനം ജാപ്പനീസ് റഡാറുകളുടെ കണ്ണിൽപ്പെടുകയും ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി 2 F-4 വിമാനങ്ങൾ അവർ അയക്കുകയും ചെയ്തു. ജപ്പാനിലെ ചിതോസ് എയർബേസിൽ നിന്നാണ് ഈ വിമാനങ്ങൾ പുറപ്പെട്ടിരുന്നത്. ചിതോസ് എയർബേസ് തന്നെയായിരുന്നു വിക്ടർ ബെലൻകോയുടെയും ലക്ഷ്യം. കാലാവസ്ഥ പെട്ടെന്ന് മോശമായതിനാൽ ഈ ജാപ്പനീസ് വിമാനങ്ങൾക്ക് വിക്ടർ ബെലൻകോയുടെ വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. വിക്ടർ ബെലൻകോയുടെ വിമാനത്തിനാവട്ടെ ചിതോസ് എയർബേസ് വരെ പോകാനുള്ള ഇന്ധനവും സ്റ്റോക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു എമർജൻസി ലാൻഡിംഗ് എന്നോണം അടുത്തുള്ള ഹഗോദാത്തെ എയർപോർട്ടിൽ ഇറക്കാൻ തീരുമാനിച്ചു. ഹഗോദാത്തെ എയർപോർട്ടിലെ റൺവേ ചെറുതാണ്. ഇത് മനസ്സിലാക്കിയ വിക്ടർ ബെലൻകോ ഈ വിമാനം 3 വട്ടം എയർപോർട്ടിന് മുകളിൽ 1 വട്ടം ചുറ്റിച്ചു. ശേഷം ഇറക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു ബോയിങ് 727 വിമാനം അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയായിരുന്നു. ഇതിൽ ഇടിക്കാതിരിക്കാൻ വിമാനം പെട്ടെന്നൊന്ന് വെട്ടിത്തിരിക്കേണ്ടതായി വന്നു. ഇതോടെ വിക്ടർ ബെലൻകോയുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഈ വിമാനം റൺവേയിൽ നിന്ന് 240 മീറ്ററോളം മാറി ക്രാഷ് ലാൻഡ് ചെയ്യുകയായിരുന്നു. ഇന്ധനം ഏകദേശം തീർന്നതുകൊണ്ട് തന്നെ വിമാനം പൊട്ടിത്തെറിച്ചില്ല. എന്തോ ഒരു അപകടം മണത്ത ജാപ്പനീസ് അധികൃതർ പെട്ടെന്ന് തന്നെ ഈ വിമാനം വളഞ്ഞു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിക്ടർ ബെലൻകോ പറഞ്ഞത് താൻ റഷ്യയിൽ നിന്ന് കൂറുമാറി വന്ന പൈലറ്റാണെന്നും കീഴടങ്ങുകയാണെന്നും തനിക്ക് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം വേണമെന്നുമൊക്കെയാണ്. ഏതായാലും ഇദ്ദേഹത്തെ ജാപ്പനീസ് അധികൃതർ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഈ സംഭവം അമേരിക്കയും സോവിയറ്റ് യൂണിയനുമൊക്കെ അറിഞ്ഞു. ബെലൻകോയെ കാണാതായത് മുതൽ സോവിയറ്റ് യൂണിയൻ വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിമാനം കടലിലെങ്ങാനും തകർന്നു വീണിരിക്കാം എന്നാണ്. ബെലൻകോയുടെ ഈ കൂറുമാറ്റം സോവിയറ്റ് യൂണിയനെ വല്ലാതെ ഞെട്ടിച്ചു. ആദ്യമൊന്നും അവർ ഇതിനെ ഒരു കൂറുമാറ്റമായി പോലും അംഗീകരിച്ചിരുന്നില്ല. ബെലൻകോയെ ജപ്പാൻകാർ തട്ടിക്കൊണ്ടുപോയി എന്ന വിധത്തിലായിരുന്നു സോവിയറ്റ് യൂണിയന്റെ വാദം. അങ്ങനെ ഒരു സോവിയറ്റ് യൂണിയൻ ജപ്പാൻ യുദ്ധം ലോകം പ്രതീക്ഷിച്ചിരുന്നു. ഏതായാലും ഈ അവസരം അമേരിക്ക നന്നായി അങ്ങ് മുതലാക്കി. അവർ ബെലൻകോയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകി. കൂടാതെ ഇപ്പോൾ ജപ്പാന്റെ കൈവശമുള്ള ഈ വിമാനം അഴിച്ചു പരിശോധിക്കാനും തീരുമാനിച്ചു. അതൊരു MiG-25 വിമാനമായിരുന്നു. അമേരിക്ക ഭയന്നിരുന്നത് പോലെ അതൊരു ഫൈറ്ററോ ബോംബറോ ഒന്നുമായിരുന്നില്ല. പകരം നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന വിമാനം.
എങ്കിലും എയർ ടു എയർ മിസൈലുകൾ സ്ട്രൈക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഗ്രൗണ്ട് ടാർഗറ്റുകളെ ഇതിന് ആക്രമിക്കാൻ കഴിയില്ല, പകരം ഇതിനെ ആക്രമിക്കാൻ വരുന്ന വിമാനങ്ങളെ തിരിച്ചാക്രമിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ന്യൂനത എന്ന് പറയുന്നത് അധികം ദൂരത്തേക്കൊന്നും ഇതിന് പറക്കാൻ കഴിയില്ല, കാരണം ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി വളരെ കുറവാണ്. അതുപോലെ തന്നെ വളരെ താഴ്ന്ന് പറക്കുന്ന വിമാനങ്ങളെയും ഇതിന് ആക്രമിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ അധിക സമയമൊന്നും ഇതിന് പറക്കാനും കഴിയില്ല. അവിടെയും ഓവർ ഹീറ്റിംഗിന്റെ ഒരു പ്രശ്നമുണ്ട്. അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ടൈറ്റാനിയം വെച്ചൊന്നുമായിരുന്നില്ല ഈ വിമാനം മുഴുവൻ നിർമ്മിച്ചിരുന്നത്. പകരം ഉപയോഗിച്ചിരുന്നത് നിക്കൽ സ്റ്റീൽ അലോയിയാണ്. ടൈറ്റാനിയം റഷ്യയ്ക്ക് ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അതിന് അവരെ അനുവദിച്ചിരുന്നില്ല. നമ്മുടെ കഥാനായകൻ വിക്ടർ ബെലൻകോ പിന്നീട് അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയും ഒരു അമേരിക്കൻ വനിതയെ വിവാഹം കഴിക്കുകയും അമേരിക്കയിൽ ഒരു എയറോസ്പേസ് എഞ്ചിനീയറുടെ ജോലിയും തിരഞ്ഞെടുത്തു. അക്കാലത്തെ സോവിയറ്റ് യൂണിയനിലെ വ്യവസ്ഥിതികളോട് വെറുപ്പ് തോന്നിയാണ് താൻ അമേരിക്കയിലേക്ക് കൂറുമാറിയതെന്നാണ് വിക്ടർ ബെലൻകോ പറഞ്ഞിരുന്നത്. പക്ഷേ അത് മാത്രമായിരുന്നോ കാര്യം എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.